വെൽക്കം ടു ലേൺ വിത്ത് റീന മിസ്. നമ്മൾ ഇന്ന് ഫിസിക്സിൻ്റെ മോഷൻ എന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോസൊക്കെ കാണുക, നന്നായിട്ട് പഠിക്കുക, ഒട്ടും സമയം വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. എന്തൊക്കെയാണ് നമ്മളെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. മോഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ എന്താണ്? മോഷൻ എന്നുള്ള ചാപ്റ്ററിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ആ പിക്ചറിൽ എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. സർ, ഹൗ ഫാസ്റ്റ് ഡസ് ദ സോറിങ് പ്ലെയിൻ ഫ്ലൈ ഔട്ട് ഓഫ് സൈറ്റ്? സർ എന്താ പറയുന്നത്? ദർ ഇസ് നത്തിങ് സോ സർപ്രൈസിങ് അബൌട്ട് ഇറ്റ്. ആർ ഇൻ വി ടു മൂവിങ് അറ്റ് ഗ്രേറ്റ് സ്പീഡ്. അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് പ്ലെയിൻ പോകുന്നതെന്ന് കുട്ടി പറഞ്ഞപ്പോൾ മാഷ് എന്താ പറയുന്നത്? നമ്മളപ്പോൾ അതിനേക്കാളും സ്പീഡിലാണ് പോകുന്നത് അല്ലേ? നമ്മൾ പോകുന്നുണ്ടോ? നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? നമ്മൾ പോകുന്നുണ്ടോ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് മോഷനെ കുറിച്ച് ഫിസിക്സിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നോക്കൂ, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ സർ, ആറിൻറ്റ് വി സ്റ്റിൽ നൗ? അതെങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്? നമ്മളിവിടെ നിൽക്കല്ലേ എന്നാണ് ചോദിക്കുന്നത് ആ കുട്ടി. നോട്ട് അറ്റ് ഓൾ, നൗ വി ആർ മൂവിങ്. How do we know whether a body is in a state of motion or at rest? എന്താണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ? വാട്ട് ഈസ് മെൻ ബൈ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്? അതാണ് നമുക്കിനി പഠിക്കാൻ വേണ്ടി ഉള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ അതിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കൂ, അവിടെ കൊടുത്തിരിക്കുന്ന എന്തൊക്കെയാണ് അതിന് ഒരു 2 പിക്ചർ ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ് പിക്ചറിൽ നോക്കൂ. ഒരു പശു അല്ലേ, ഒരു പശുവിൻ്റെ പുറത്തൊരു കാക്ക ഇരിക്കുന്നുണ്ട്. കണ്ടോ നിങ്ങൾ? ഒരു പശുവിൻ്റെ പുറത്തൊരു കാക്ക ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു കുട്ടി ഒരു ഗ്രൗണ്ടിൽ നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ പശുവിൻ്റെ പുറത്ത് നമ്മളെന്താ പഠിക്കാൻ പോകുന്നത്? വി ആർ സ്റ്റഡിങ് അബൌട്ട് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഓക്കെ, പശു ഇങ്ങനെ മൂവ് ചെയ്യാണ്. കൗ ഇസ് മൂവിങ്. ക്രോ എവിടെയാണ് ഇരിക്കുന്നത്? പശുവിൻ്റെ മുകളിലാണ് അല്ലേ? അപ്പോൾ പശു നോക്കുമ്പോൾ എപ്പോഴും ക്രോ പുറത്തുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ കൗ, വാട്ട് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ക്രോ? സ്റ്റേറ്റ് ഓഫ് ക്രോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓൾവേസ് അല്ലേ? പക്ഷേ മിസ് ഒരു ഗ്രൗണ്ടിൽ ഈ പശുവിൻ്റെ കുറച്ച് മാറി നിന്നിട്ട് നോക്കുകയാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു മീ, ദ കൗ ഈസ് മൂവിങ് ആൻഡ് ദ ക്രോ ഈസ് മൂവിങ്, റൈറ്റ്? Cow as well as the crow is moving. പക്ഷേ according to the cow, the crow is in state of rest. The next നോക്കൂ, ഒരു ബോയ് ഒരു ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ according to the ground, boy is in state of rest. ഇനി according to sun എന്തായിരിക്കും? അല്ലെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്ത്, എർത്തിൻ്റെ പുറത്ത് വേറൊരു സ്ഥലത്ത് സണ്ണിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് the boy is moving. Why the boy is moving? The earth is moving and the boy is moving, right? എർത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഞാൻ സണ്ണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, സണ്ണിൽ നിന്ന് ഞാൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആ എർത്ത് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. എർത്തിൻ്റെ പുറത്താണ് ഒരു കുട്ടി നിൽക്കുന്നത്. ദ ബോയ് ഈസ് ഓൾസോ മൂവിങ്, റൈറ്റ്? നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഇതിൽ നിന്ന്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ആർ കമ്പയറബിൾ, റൈറ്റ്? നമുക്കൊരു എക്സ്റ്റേണൽ ബോഡി വെച്ച് നോക്കുമ്പോൾ ആ എക്സ്റ്റേണൽ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എപ്പോഴും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും സ്റ്റേറ്റ് ഓഫ് മോഷൻ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഒബ്ജക്റ്റ് എക്സ്ട്രാ വേണം എപ്പോഴും. ഇപ്പോൾ ക്രോ പറഞ്ഞല്ലേ? ക്രോ അക്കോർഡിംഗ് ടു ദ കൗ, ദ ക്രോ ഈസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. According to Miss, the cow as well as the crow is in state of motion. അപ്പോൾ ഇവിടെ according to cow പറഞ്ഞു, according to me അല്ലെങ്കിൽ according to Miss അല്ലേ? അപ്പോൾ ആ നമ്മൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും സ്റ്റേറ്റ് ഓഫ് മോഷനും ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ ഏത് ബോഡിയെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ബോഡി നമ്മൾ പറയുന്ന പേരെന്താണെന്നറിയോ? റെഫറൻസ് ബോഡി എന്നാണ് പറയുക. എന്താ പറയുക? റെഫറൻസ് ബോഡി. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഈ കോളത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. നോക്കൂ, അനലൈസ് ദ ടേബിൾ ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്
സ്യൂട്ടബിളി എന്നാണ്. എ പാസഞ്ചർ ഇൻ എ മൂവിങ് ബസ്, അതായത് ഒരു ബസ്സിലുള്ള യാത്രക്കാർ, ബസ്സിലുള്ള പാസഞ്ചേഴ്സ്. വിത്ത് റെസ്പെക്ട് ടു ദ ബസ്സിനെ റിലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പാസഞ്ചേഴ്സ് അവിടെ തന്നെ ഇരിക്കുകയല്ലേ, പോണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. മനസ്സിലായോ? വിത്ത് റെസ്പെക്ട് ടു ദ റോഡാണെങ്കിലോ, റോഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബസ് ഈസ് മൂവിങ് അല്ലേ, ആസ് വെൽ ആസ് ദ പാസഞ്ചേഴ്സ് ആർ മൂവിങ്. പാസഞ്ചേഴ്സ് പോയി കഴിഞ്ഞു. അപ്പോൾ അവിടെ എന്താ വരിക? സ്റ്റേറ്റ് ഓഫ് മോഷൻ. എ ക്രോ സിറ്റിംഗ് ഓൺ എ കൗ ഗ്രേസിങ് ഇൻ എ ഫീൽഡ്. ഗ്രേസിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുല്ലുന്നുകൊണ്ട് പോകും. അപ്പോൾ അതായത് ഒരു ഫീൽഡിൽ, ഒരു പാടത്ത് ഒരു കൗ ഉണ്ട്. ആ കൗവിൻ്റെ പുറത്താണ് ക്രോ ഈസ് സിറ്റിംഗ് ഓൺ എ കൗ. വിത്ത് റെസ്പെക്ട് ടു ദ കൗ, പശു എപ്പോൾ നോക്കുമ്പോഴും കാക്ക തൻ്റെ പുറത്ത് തന്നെയുണ്ട്. അപ്പോൾ എന്താണ്? ക്രോ ഈസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ബട്ട് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് ആണെങ്കിലോ, ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ക്രോ പോയി അല്ലേ, ക്രോയുടെ പൊസിഷൻ മാറിക്കഴിഞ്ഞു. ആസ് വെൽ ആസ് ദ കൗ പോയി. കൗവിൻ്റെ പുറത്തല്ലേ കാക്ക. അപ്പോൾ കൗവിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു, ക്രോയുടെ പൊസിഷനും ചേഞ്ച് ചെയ്തു. പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? മൂവ്മെൻ്റ് എന്ന് പറയുക അല്ലേ. അപ്പോൾ രണ്ടിൻ്റെ പൊസിഷനും അപ്പോൾ അതിനെന്താ? സ്റ്റേറ്റ് ഓഫ് മോഷൻ അല്ലേ. എ ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ എ ഫീൽഡ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് എന്താണ്? ചൈൽഡ് എപ്പോഴും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് അല്ലേ. വിത്ത് റെസ്പെക്ട് ടു സണ്ണിൽ നിന്ന് നോക്കുകയാണെങ്കിലോ ചൈൽഡ് സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ്. ബുക്ക് ഓൺ എ റൊട്ടേറ്റിംഗ് ടേബിൾ. ഒരു റൊട്ടേറ്റിംഗ് ടേബിൾ ഉണ്ട്, അതിൻ്റെ പുറത്തൊരു ബുക്ക് ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഏതാണ്? അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടേബിൾ, ടേബിളിൻ്റെ പുറത്ത് ബുക്ക് ഇരിക്കുകയല്ലോ, ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്, പൊസിഷൻ ഒന്നും മാറുന്നില്ല. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു യു ആണെങ്കിലോ വിത്ത് റെസ്പെക്ട് ടു എ പേഴ്സൺ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്. വിത്ത് റെസ്പെക്ട് ടു എ പേഴ്സൺ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്. പുറത്ത് നോക്കുകയാണെങ്കിലോ വിത്ത് റെസ്പെക്ട് ടു എ പേഴ്സൺ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ആണെങ്കിലോ ടേബിൾ അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, അതിൻ്റെ പുറത്തുള്ള ബുക്കും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ. പുറത്ത് ഈ ബുക്കിൻ്റെയും ടേബിളിൻ്റെയും പുറത്തുള്ള ആര് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇറ്റ് ഈസ് സ്റ്റേറ്റ് ഓഫ് മോഷൻ. മനസ്സിലായോ? അപ്പോൾ എന്താണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, എന്താണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ? രണ്ടും പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു എക്സ്റ്റേണൽ ബോഡി വേണം, റൈറ്റ്? ആ എക്സ്റ്റേണൽ ബോഡി നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റെഫറൻസ് ബോഡി എന്നുള്ളത്. ഓക്കെ, റെഫറൻസ് ബോഡി. അപ്പോൾ നോക്കൂ, എന്താ റെഫറൻസ് ബോഡി? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? From the analysis of the table, didn't you understand that we can state whether an object is in a state of rest or motion only with reference to another object? അപ്പോൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും സ്റ്റേറ്റ് ഓഫ് മോഷനും പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി ഹാവ് എ റെഫറൻസ് ഒബ്ജക്റ്റ് അല്ലേ. ഓൺലി വിത്ത് റെഫറൻസ് ടു അനദർ ഒബ്ജക്റ്റ്, മറ്റൊരു ഒബ്ജക്റ്റിനെ റെഫറൻസ് ആക്കിക്കൊണ്ട് മാത്രമേ വി ഹാവ് ടു സ്റ്റേറ്റ് എ ബോഡി ഈസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ദാറ്റ് ഒബ്ജക്റ്റ് വിച്ച് ഇസ് ടേക്കൺ ആസ് റെഫറൻസ് ഇസ് കോൾഡ് ആസ് റെഫറൻസ് ബോഡി. Reference body is the object with respect to which the state of motion or state of rest of an object is described. What is reference body? Reference body എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഏതിനെയാണോ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്, ദാറ്റ് ഇസ് കോൾഡ് ആസ് റെഫറൻസ് ബോഡി. റെഫറൻസ് ബോഡി ഈസ് ദ ഒബ്ജക്റ്റ് with respect to which the state of rest or state of motion of an object is described. മനസ്സിലായല്ലോ? If the position of an object changes with respect to the reference body, then the body is said to be in motion. അപ്പോൾ എപ്പോഴാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയാം? ഒരു റെഫറൻസ് ബോഡിയെ അപേക്ഷിച്ച്, അതായത് വിത്ത് റെസ്പെക്ട് ടു ദ റെഫറൻസ് ബോഡി the position of the object is changing, then it is said to be state of motion. റെഫറൻസ് ബോഡി വെച്ച് നോക്കുകയാണെങ്കിൽ ബോഡിയുടെ സ്റ്റേറ്റ് മാറിക്കൊണ്ടേയിരിക്കുക, അല്ലെ പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം?
that body is in state of motion. ഇപ്പോൾ മിസ് നോക്കിയപ്പോൾ ക്രോയുടെ പൊസിഷനും ചേഞ്ച് ചെയ്യുന്നു, കൗവിൻ്റെ പൊസിഷനും ചേഞ്ച് ചെയ്യുന്നു, റൈറ്റ്? അപ്പോൾ കൗവിൻ്റെ പൊസിഷനും ക്രോയുടെ പൊസിഷനും ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ദാറ്റ് ദ ക്രോ ഈസ് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ആ കേസിൽ ഹൂ ഈസ് ദ റെഫറൻസ് ബോഡി? മിസ് ഈസ് ദ റെഫറൻസ് ബോഡി. Then with respect to the cow, the crow is in state of rest. കൗ എപ്പോൾ നോക്കുമ്പോഴും എന്താണ്? പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ക്രോയുടെ ഇല്ല, കൗവിൻ്റെ പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇഫ് ദ പൊസിഷൻ ഓഫ് എൻ ഒബ്ജെക്റ്റ് നോട്ട് ചേഞ്ചസ്, then the body is said to be state of rest. മനസ്സിലായോ? ഒന്നുകൂടെ നോക്കൂ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് ദ പൊസിഷൻ ഓഫ് എൻ ഒബ്ജെക്റ്റ് ചേഞ്ചസ് with respect to the reference body, then the body is said to be in motion. If the position does not change, the body is said to be at rest. പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുവെങ്കിൽ കണ്ടോ, ഇഫ് ദ പൊസിഷൻ ഓഫ് എൻ ഒബ്ജെക്റ്റ് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് ബോഡി, then it is said to be state of motion. If the position does not change, the body is said to be state of rest. മാറിപ്പോവോ? മറന്നു പോവോ? മറക്കരുത് കേട്ടോ, സിമ്പിളാണ്. നമുക്ക് അടുത്ത നോക്കാം എന്താണ്. ഇനി അടുത്ത എന്താ പറയാൻ പോകുന്നത് നമുക്ക്? എ ബോഡി ഇൻ മോഷൻ അണ്ടർഗോസ് എ ചേഞ്ച് ഓഫ് പൊസിഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ഓഫ് മോഷൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്താണ്, സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്താണ് നമ്മൾ പഠിച്ചു. ഇനി സ്റ്റേറ്റ് ഓഫ് മോഷനെ കുറിച്ച്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെ കുറിച്ച് കൂടുതലൊന്നും ഈ ചാപ്റ്ററിൽ പറയില്ല. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? മോഷൻ. അപ്പോൾ നമുക്കിനി പറയാൻ പോകുന്നത് മോഷൻ്റെ പല പല കാര്യങ്ങളാണ്, ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോഷൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്തത് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന ടേം. അപ്പോൾ മിസ് നിങ്ങളുടെ ബുക്കിലൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കത് നോക്കാം, അല്ലെങ്കിൽ മിസ് ആദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന്. ഓക്കെ, അപ്പോൾ നോക്കൂ, എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് നോക്കാം. ഇത് ഒരു പൊസിഷനെയാണ് എ എന്ന് മാർക്ക് ചെയ്യും. ഇപ്പോൾ ഇത് നിങ്ങളുടെ ഹൗസാണെന്ന് വിചാരിച്ചു. ഇത് നിങ്ങളുടെ ഒരു മാർക്കറ്റിലൊരു കടയാണ്, നിങ്ങളുടെ ഒരു ഷോപ്പാണ്, നിങ്ങൾ പോകുന്നൊരു ഷോപ്പാണ് അല്ലേ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ഷോപ്പിലേക്ക് നേരിട്ട് വേണമെങ്കിൽ പോകാൻ പറ്റുന്നുണ്ടാവും, സ്ട്രെയിറ്റ് ആയിട്ടുള്ള. ചിലപ്പോൾ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വളഞ്ഞ് പോകേണ്ടി വരും, ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പോയി എത്തുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറേ വഴികളുണ്ട്. ഫ്രം ഹൗസ് ടു ഷോപ്പ് കുറേ വഴികളുണ്ട്. അപ്പോൾ ഇതിന് എ എന്ന പാത്ത് സൂചിപ്പിക്കാം. ദിസ് ഇസ് ബി, ദിസ് ഇസ് ദ പാത്ത് സി. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എ എന്ന പൊസിഷനിൽ നിന്നും ബി എന്ന പൊസിഷനിലേക്ക് എത്താൻ നമ്മൾ ഏത് പാത്തിലൂടെയാണോ ട്രാവൽ ചെയ്തത് ആ പാത്തിൻ്റെ ഡിസ്റ്റൻസ്, ലെങ്ത്, അതിനാണ് എന്ത് പറയുക? ഡിസ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ വഴിയിലൂടെ പോയി എന്ന് വിചാരിച്ചോളൂ. നിങ്ങളിപ്പോൾ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയിട്ട് ഷോപ്പിലെത്തി. അപ്പം നിങ്ങൾ ട്രാവൽ ചെയ്തൊരു 250 മീറ്റേഴ്സാണെന്ന് വിചാരിച്ചോളൂ. ദെൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്? 250 മീറ്റേഴ്സ്. നിങ്ങൾ എയിൽ നിന്നും ബിയിലേക്ക് ഇങ്ങനെ പോയി വിചാരിച്ചോളൂ. ദിസ് ഇസ് ഒരു 150 മീറ്റേഴ്സ്, നേരെ സ്ട്രെയിറ്റ് പാത്തിൽ പോയി. അപ്പോൾ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ യൂസ് 150 മീറ്റേഴ്സ്. ദെൻ എ ടു സി നിങ്ങൾ ഇങ്ങനെ പോയി, ഇതൊരു 200 മീറ്റേഴ്സാണ്. ദെൻ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഈസ് 200 മീറ്റേഴ്സ്. നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ എ ബോഡി. ദെൻ വാട്ട് ഈസ് ഡിസ്റ്റൻസ്? വെരി സിമ്പിൾ, ലെങ്ത് ഓഫ് ദ പാത്ത് traveled by a body. Simple one, traveled by a body. Length of the path. നിങ്ങൾക്ക് ഈവൻ ട്രാവൽഡ് എന്ന് പറഞ്ഞാൽ ബസ് പോവാം, കാറിൽ പോവാം, നടന്ന് പോവാം, അതൊന്നൊരു വിഷയമല്ല. പോകുന്ന എങ്ങനെയാണെന്നൊരു വിഷയമല്ല കേട്ടോ. അപ്പോൾ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ എ ബോഡി ഈസ് കോൾഡ് ഡിസ്റ്റൻസ്.
ഇനി അടുത്തൊരു കാര്യം, വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? അറിയോ? അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റിന് പറയുന്ന പേരാണ് ഇനീഷ്യൽ പൊസിഷൻ. എന്താ പറയുക? നമ്മൾ നിൽക്കുന്ന പോയിന്റ്, സ്റ്റാർട്ട് ചെയ്ത പോയിന്റിന് പറയുന്ന പേരാണ് ഇനീഷ്യൽ പൊസിഷൻ. ദെൻ നമ്മൾ എവിടെ എത്തി? ബിയിലെത്തിയില്ലേ? ബിയിലെത്തിയ ബിയെ പറയുന്ന പേരാണ് ഫൈനൽ പൊസിഷൻ. എന്താ പറയുക? ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഏതാണ് ഇനീഷ്യൽ പൊസിഷൻ? എ ഈസ് ഇനീഷ്യൽ പൊസിഷൻ, ബി ഈസ് ഫൈനൽ പൊസിഷൻ. സ്റ്റാർട്ട് ചെയ്ത പോയിന്റിന് പറയുന്ന പേരാണ് ഇനീഷ്യൽ പൊസിഷൻ, എൻഡ് ചെയ്ത പോയിന്റിന് പറയുന്ന പേരാണ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ്. നിങ്ങൾ പോയ വഴി എന്നൊരു പ്രശ്നമേ അല്ല, നിങ്ങൾ ഏത് വഴി കൂടെ വേണമെങ്കിൽ പോയിക്കോളൂ. ഡിസ്പ്ലേസ്മെൻറ്റ് മീൻസ് ദ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. മനസ്സിലായോ? ഒരു ബോഡിയുടെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണെന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. പാത്തൊരു വിഷയമേ അല്ല. മനസ്സിലായോ? പക്ഷെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയണം? വി ഹാവ് ടു നോ ദ പാത്ത്, ദെൻ ഓൺലി വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ്. ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് വി നീഡ് നോട്ട് നോ ദ പാത്ത് ഓഫ് ദ ബോഡി. എന്താ അറിയേണ്ടത്? ഇനീഷ്യൽ പൊസിഷൻ ഏതാണ്, ഫൈനൽ പൊസിഷൻ ഏതാണെന്ന് നമുക്കറിയണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. മനസ്സിലായോ? അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. വാട്ട് ഈസ് ഡിസ്റ്റൻസ്? Distance is the length of the path traveled by a body. Then what is displacement? Displacement is the straight distance between initial position and final position. പാത്ത് അറിയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ അതാണ് വ്യത്യാസം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കൂ, എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നോക്കാം. വാട്ട് ഈസ് ഡിസ്റ്റൻസ് ആൻഡ് വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് നോക്കാം. ഇവിടെ കണ്ടോ, നിങ്ങൾ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത് കണ്ടോ? എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഇവിടെ ഒരാളുടെ വീടുണ്ട് അല്ലേ? ഒരാളുടെ വീടുണ്ട്, ഓഫീസുണ്ട്. നോക്കൂ, ഇത് ഹൗസാണ് കേട്ടോ. ഇത് ഹൗസ്, ഇത് ഓഫീസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് എ പേഴ്സൺ ട്രാവൽഡ് ടു ഹിസ് ഓഫീസ് ആൻഡ് റിട്ടേൺ ഹോം ഇൻ ഫിഗർ 9.2. 6.2 ആണ് കേട്ടോ. He took the road near the hospital to go to the office. ഒരു ഹോസ്പിറ്റൽ, ഇത് ഹോസ്പിറ്റലാണ്, ഇത് ഹൗസാണ്, ഇത് ഹോസ്പിറ്റലാണ്, ഇതാണ് ഓഫീസ്. ബട്ട് he came back through the road along a ration depot. ഇതാണ് റേഷൻ ഡിപ്പോ. ഡിപ്പോട്ട് ഒന്നും വായിച്ചളയരുത്. ദിസ് ഇസ് കോൾഡ് ആസ് ഡിപ്പോ. ഡിപ്പോയുടെ സ്പെല്ലിംഗ് പണ്ടൊരു PSC എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് സ്പെല്ലിംഗ് ഓഫ് ഡിപ്പോ എന്ന് ചോദിച്ചിട്ട്. ഡിപ്പോ നമ്മൾ പറയുക, എഴുതുക തന്നെയാണ് ഡിപ്പോട്ട് എന്നിട്ട് എഴുതുക. നമ്മൾ ഓർത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കണം. മറന്നു പോയില്ലല്ലോ പറഞ്ഞത്, ഒരിക്കലും നിങ്ങൾ മറക്കില്ല. അപ്പോൾ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ലെറ്റ് us analyze the distance traveled. ഇത് താഴത്തുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. മറന്നു പോയില്ലല്ലോ, നിങ്ങൾ മാർക്ക് ചെയ്തത് മറന്നു പോരുത്. താഴത്തോട്ട് ഞാൻ മാറ്റുകയാണ്. ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽ നമ്മൾ പഠിച്ചാണ് അല്ലേ? നോക്കൂ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഹിം ടു റീച്ച് ദ ഓഫീസ് ആൻഡ് ടു റീച്ച് ഹോം. അപ്പോൾ അദ്ദേഹം ഓഫീസിലെത്താൻ എത്ര ദൂരം ട്രാവൽ ചെയ്തു, ആൻഡ് ടു റീച്ച് ഹോം, തിരിച്ച് വീട്ടിലെത്താൻ എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നാണ് നമുക്കറിയേണ്ടത്.
അപ്പോൾ ഇവിടെ എത്താൻ വേണ്ടി എത്ര ദൂരം ട്രാവൽ ചെയ്ത് നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നോക്കുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഹിം ടു റീച്ച് ദ ഓഫീസ് ആൻഡ് ടു റീച്ച് ഹോം. നോക്കൂ, ഓഫീസിലെത്താനും വീട്ടിലെത്താനും എത്ര ദൂരം ട്രാവൽ ചെയ്തെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് കേട്ടോ. അപ്പം എങ്ങനെയാണ് പോയത് ഓഫീസിലേക്ക്? ഇതാ അങ്ങനെയാണ് പോയത് അല്ലേ. എൻ്റെ ഹോസ്പിറ്റൽ വഴിയാണ് പോയത്. ഇവിടെ ഇങ്ങനെ പോയി ഇവിടെ എത്തി. അപ്പോൾ പോവാൻ 600 മീറ്റർ എവിടെ എത്തും? ഹോസ്പിറ്റലെത്തും. ഇത് ഹോസ്പിറ്റലാണ്. 600 മീറ്റേഴ്സ് ഹോസ്പിറ്റലിലെത്തി പ്ലസ് 300 മീറ്റേഴ്സ്. കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ? ഇതാ 600 മീറ്റർ, ഇതാ 300 മീറ്റർ. ഈ രണ്ടും ട്രാവൽ ചെയ്തപ്പോൾ അദ്ദേഹം എവിടെ എത്തി? ഓഫീസിലെത്തി. അപ്പോൾ എത്ര ദൂരം ട്രാവൽ ചെയ്തു? ടോട്ടൽ 900 മീറ്റേഴ്സ്. റൈറ്റ്. ഇനി അടുത്തെന്താണ് നോക്കൂ. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? ആർ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ടു റീച്ച് ഹോമും ഉണ്ട്. തിരിച്ച് വീട്ടിലെത്താൻ എത്ര ദൂരം ട്രാവൽ ചെയ്തെന്നുണ്ട് ചോദ്യം. തിരിച്ച് വീട്ടിലെത്താൻ എത്ര ദൂരം ട്രാവൽ ചെയ്തു നോക്കൂ. ഇവിടെ ഓഫീസ്, ഇത് വീടും അല്ലേ. അപ്പോൾ ഇവിടെ 660 മീറ്റർ. തിരിച്ച് പോകുന്ന വഴി അദ്ദേഹം റേഷൻ ഡിപ്പോ വഴിയാണ് പോയത്. അപ്പോൾ റേഷൻ ഡിപ്പോക്ക് എത്ര ദൂരമുണ്ട്? 660 മീറ്റേഴ്സ്. ആൻഡ് ഫ്രം റേഷൻ ഡിപ്പോ ടു ഹിസ് ഹൗസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് 420 മീറ്റേഴ്സ്. അപ്പോൾ ആൻഡ് ടു റീച്ച് ഹോം എത്രയാണ്? 660 പ്ലസ് 420 എത്ര വരും? 1080 എന്ന് വരും അല്ലേ, 80 മീറ്റേഴ്സ്. ടു റീച്ച് ഓഫീസ് നമുക്ക് എത്ര ആയിട്ട്? 900 മീറ്റേഴ്സ്. ഇപ്പോൾ രണ്ടെണ്ണം കിട്ടി. ആർ ദ ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ ബോത്ത് ദ സിറ്റുവേഷൻസ് ഈക്വൽ? നോ. ഈക്വൽ ആണോ? അല്ല. ഫൈൻഡ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ഹിസ് ഹോം ടു ഹിസ് ഓഫീസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ഹിസ് ഹോം ടു ഹിസ് ഓഫീസ്. ഹോമിൽ നിന്നും ഓഫീസിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അത് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ടോ നിങ്ങൾ? സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഏതാ? സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ്? സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 480. എത്രയാണ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്? ഇറ്റ് ഈസ് 480. ഇനി അടുത്തത്, വിൽ ഹി റീച്ച് ദ ഓഫീസ് ഇഫ് ഹി ട്രാവൽസ് 480 മീറ്റേഴ്സ് ടുവേർഡ്സ് നോർത്ത്. ഒരു ക്വസ്റ്റ്യൻ, അതായത് 480 മീറ്റേഴ്സ് നോർത്തിലേക്ക് പോയാലാണ് ഓഫീസിലെത്തുക. അതും ഏത് ഡയറക്ഷൻ? ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ഹി ട്രാവൽ 480 മീറ്റേഴ്സ് ടു റീച്ച് ദ ഓഫീസ്? ഏത് ഡയറക്ഷനിൽ പോകണം? അതാണ്. നോക്കൂ, ഏത് ഡയറക്ഷനിൽ പോകണമെന്ന് ചെറുതാക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിവിടെ കൊടുത്ത കണ്ടോ നിങ്ങൾ? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഒക്കെ കൊടുത്താണ്ടോ? എന്താ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നോർത്തിലേക്ക്. വീട്ടിൽ ഇതല്ല അദ്ദേഹത്തിൻ്റെ ഹൗസ്. ഈ 480 മീറ്റേഴ്സ് ഇതാണ് നോർത്ത്. കണ്ടോ? നോർത്ത് ഇവിടേക്കാണ്. ഇങ്ങനെ പോയാൽ 480 മീറ്റേഴ്സ് പോയാൽ അദ്ദേഹം ഓഫീസിലെത്തുമോ? എത്തുമോ? നോ. ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഇറ്റ് ഇസ് നോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ഹി ട്രാവൽ 480 മീറ്റേഴ്സ് ടു റീച്ച് ദ ഓഫീസ്? ഇൻ വിച്ച് ഡയറക്ഷൻ? ഏത് ഡയറക്ഷനിൽ പോകണം? കണ്ടോ? ഇങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് പോകണം. ഇതേതാ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്? ടുവേർഡ്സ് ഈസ്റ്റ്. ഈസ്റ്റിൽ പോയാലാണ് എവിടെ എത്തുക? അദ്ദേഹത്തിൻ്റെ ഓഫീസ്. മനസ്സിലായോ? അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇനി അടുത്ത നോക്കൂ. ദിസ് 480 മീറ്റേഴ്സ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ഹോം ടു ഓഫീസ് ഈസ്റ്റ്വേർഡ്സ് ഈസ് ഹിസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ 480 മീറ്റേഴ്സ് ടുവേർഡ്സ് ഈസ്റ്റിന്, ഈസ്റ്റിൽ തന്നെ പോയാലേ പറ്റുള്ളൂ. ടുവേർഡ്സ് ഈസ്റ്റിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹിം ഇഫ് ഹി ട്രാവൽഡ് ഫ്രം ഹോം ടു ഓഫീസ് ആൻഡ് ബാക്ക് ഹോം? അപ്പോൾ അദ്ദേഹം ഓഫീസിലേക്ക് പോകാൻ എത്ര എടുത്തു? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലേ. ഓഫീസിലേക്ക് പോകാൻ എത്ര ദൂരം എടുത്തു? 900 മീറ്റേഴ്സ്. പ്ലസ് തിരിച്ച് വീട്ടിലെത്താനോ? 1080 മീറ്റേഴ്സ്. അപ്പോൾ എത്ര എടുത്തിട്ടുണ്ടാവും? 1980 മീറ്റേഴ്സ് എടുത്തിട്ടുണ്ടാവും അല്ലേ. ടോട്ടൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മീറ്റേഴ്സ് ഉണ്ടാവും. ദെൻ വാട്ട് ഈസ് ഹിസ് ഡിസ്പ്ലേസ്മെൻറ്റ്? അതായത് അദ്ദേഹം ഓഫീസിലെത്തി തിരിച്ചു വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നാണ് ചോദ്യം. മിസ് നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ
സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എവിടെയാണ്? വീടാണ് അല്ലേ. ഫൈനൽ പൊസിഷനോ? അതും വീടല്ലേ, തിരിച്ചു വീട്ടിലെത്തിയില്ലേ. അപ്പോൾ ദെൻ വാട്ട് ഇസ് ഹിസ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് 0 മീറ്റേഴ്സ്. എങ്ങനെയാണ് കണ്ടത് 0 ആയിപ്പോയത്? മനസ്സിലായോ? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആയാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. ഇപ്പോൾ ചെറിയ കാര്യങ്ങൾ കുറച്ചും കൂടെ മിസ് ഒന്ന് പറഞ്ഞുതരാം. അപ്പം അതിന് മുമ്പ് നമുക്ക് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കൂ. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. നമുക്കറിയുന്നതാണ് അല്ലേ. ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. എന്താ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്ന് നമുക്കറിയില്ല. ഇറ്റ്സ് യൂണിറ്റ് ഇസ് മീറ്റർ. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, മിസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ കിലോമീറ്റർ എന്ന് എഴുതരുത്, മീറ്റർ. ഇപ്പോൾ ഇവിടെ നമുക്ക് അറിയാത്തൊരു കാര്യം, ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആണ്. നമുക്കറിയില്ല അതെന്താണെന്നുള്ളത് മിസ് പറഞ്ഞുതരാം എന്താണെന്ന് കേട്ടോ. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിരിക്കുന്നത് അറിയോ? എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് travels to a height 6 meters and falls back to hand. ഒരു സ്റ്റോൺ നിങ്ങൾ മുകളിലോട്ട് എറിഞ്ഞു, 6 മീറ്റർ അത് പോയിട്ട് നേരെ താഴത്തേക്ക് വീണു. ഓൺ ദ ബേസിസ് ഓഫ് ദി അബവ് സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളോട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. വെൻ ദി സ്റ്റോൺ റീച്ചസ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 6 മീറ്റർ ഹൈറ്റിലെത്തി. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്റ്റോൺ ഇസ് 6 മീറ്റേഴ്സ്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ? സ്റ്റോണ് മുകളിലോട്ടൊക്കെ എറിഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോവുക അല്ലേ, വളഞ്ഞു തിരിഞ്ഞൊന്നും പോവില്ല, സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സ്റ്റോൺ ഈസ് ഓൾസോ 6 മീറ്റേഴ്സ്, റൈറ്റ്. ഇനീഷ്യൽ പൊസിഷൻ നമ്മുടെ കൈയായിരുന്നു, ഫൈനൽ പൊസിഷൻ എവിടെയാണ്? മുകളിലെത്തി. മുകളിലോട്ട് നിൽക്കില്ല, അപ്പോൾ തന്നെ താഴെ വീഴും. വെൻ ദ സ്റ്റോൺ ഫോൾസ് ബാക്ക് ഇൻ ദ ഹാൻഡ്. 6 മീറ്റർ 6 മീറ്റർ അങ്ങോട്ട് പോയാൽ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? അത് 6 മീറ്റർ തന്നെ ആവില്ലേ. അപ്പോൾ 6 മീറ്റർ പ്ലസ് 6 മീറ്റർ. സ്റ്റോൺ എത്ര മീറ്റർ ട്രാവൽ ചെയ്തു? 12 മീറ്റേഴ്സ്. പാത്ത് അങ്ങനെയാണ്, ഇവിടുന്ന് അങ്ങോട്ട് 6, അവിടെ നിന്ന് അങ്ങോട്ട് 6. ഡിസ്പ്ലേസ്മെൻറ്റോ? ഇനീഷ്യൽ പൊസിഷൻ എവിടെയായിരുന്നു? നമ്മുടെ കൈയാണ് അല്ലേ, കയ്യിൽ നിന്നാണ് മുകളിലോട്ട് പോയത്. ഫൈനൽ പൊസിഷൻ എവിടെ തന്നെയാണ്? നമ്മൾ കയ്യിൽ തന്നെ തിരിച്ചെത്തി. ബാക്ക് ടു ഹാൻഡ്, തിരിച്ച് കയ്യിൽ വന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് 0. വൈ ഇറ്റ് ഇസ് 0? ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓഫ് ദ സ്റ്റോൺ ഇസ് സെയിം. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സ്റ്റോൺ ഇസ് 0. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ എന്താണത് എന്നുള്ളത് മിസ് ഒന്ന് പറഞ്ഞുതരാം. എന്താണതെന്നുള്ളത് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾക്ക് ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നേരത്തെ നമ്മളൊരാൾ റേഷൻ ഷോപ്പ് വഴി തിരിച്ചു വന്നു, 480 മീറ്റേഴ്സ് ടുവേർഡ്സ് ഈസ്റ്റ് ട്രാവൽ ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചില്ലേ, ടുവേർഡ്സ് ഈസ്റ്റ്. അപ്പോൾ ഈ 480 മീറ്റേഴ്സ് ടുവേർഡ്സ് ഈസ്റ്റ് എന്നുള്ളതിൽ ഈ 480യെ നമ്മൾ പറഞ്ഞ പേരാണെന്ത്? മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അതിൻ്റെ അളവ് മാഗ്നിറ്റ്യൂഡ്. ഈ ടുവേർഡ്സ് ഈസ്റ്റ് ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറക്ഷൻ. അപ്പോൾ ഫിസിക്സിൽ 2 ടൈപ്പ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ക്വാണ്ടിറ്റീസ് മീൻസ് നമ്മൾ പറയുന്ന ലെങ്ത്ത്, വെയ്റ്റ്, മാസ്, ഫോഴ്സ്, പ്രഷർ, അപ്പോൾ ഇങ്ങനെ പറയുന്നതിനാണ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. ഈ ക്വാണ്ടിറ്റീസ് ആർ ഓഫ് 2 ടൈപ്സ്. എന്തൊക്കെയാണെന്നറിയോ? ഒന്നിന് നമ്മൾ പറയും വെക്റ്റർ ക്വാണ്ടിറ്റി എന്നാണ് പറയുക. മറ്റേ ക്വാണ്ടിറ്റി നമ്മൾ പറയുന്ന പേര് സ്കാലർ ക്വാണ്ടിറ്റി എന്നാണ് പറയുക. 2 ടൈപ്പ് ക്വാണ്ടിറ്റീസ്. ഈ വെക്റ്റർ ക്വാണ്ടിറ്റീസിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഈ രണ്ടും പറയണം. ഈ ചില ക്വാണ്ടിറ്റീസ് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡും പറയണം, ഡയറക്ഷനും പറയണം. ആ ടൈപ്പ് ക്വാണ്ടിറ്റീസ് നമ്മൾ പറയുന്ന പേരാണ് വെക്ടേഴ്സ്. സ്കാലർ എന്ന് പറഞ്ഞാൽ ഓൺലി മാഗ്നിറ്റ്യൂഡേ ഉണ്ടാവും, ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ there are 2 type of quantities having both magnitude and direction are called vector quantity. Quantities having only magnitude are called as scalar quantities. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞപ്പോൾ
ഡിസ്പ്ലേസ്മെൻ്റ് കേസിൽ എന്തൊക്കെ പറയണം? മാഗ്നിറ്റ്യൂഡും പറയണം, ഡയറക്ഷനും പറയണം. Displacement have both magnitude and direction. So it is a vector quantity displacement. ബട്ട് സ്കാലർ ഡിസ്റ്റൻസ് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് മാത്രമാണ് അറിയാം? ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ എ ബോഡി. ലെങ്ത് മാത്രം അറിഞ്ഞാൽ മതി. ടുവേർഡ്സ് ഈസ്റ്റ്, ടുവേർഡ്സ് സൗത്ത്, ടുവേർഡ്സ് വെസ്റ്റ് ഒന്നും നമ്മൾ അറിയണ്ട. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസിനെ എന്ത് ചെയ്യാം? സ്കെയിലറിൽ ഉൾപ്പെടുത്താം. മനസ്സിലായോ? രണ്ട് തരം ക്വാണ്ടിറ്റി ഇനിയും കുറേ ഉണ്ട്. വെലോസിറ്റി, ഫോഴ്സ്, മാസ് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ബട്ട് വെയിറ്റ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇതുണ്ട്, നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്താൽ മതി. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് അറിയണം? ടുവേർഡ്സ് ഏത് സൈഡിലോട്ടാണ് പോയത് എന്നുള്ള അറിയാം. അതായത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നോ എന്ന് അറിയണം. മനസ്സിലായോ? അപ്പോൾ ഏത് ഡയറക്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് പറയാം. അങ്ങനെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണ് വെക്ടേഴ്സ്. അപ്പോൾ ക്വാണ്ടിറ്റീസ് ആർ ഓഫ് ടു ടൈപ്സ്. വൺ ഇസ് വെക്ടർ, അനദർ വൺ ഇസ് സ്കെയിലർ. ക്വാണ്ടിറ്റി ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ കോൾഡ് ആസ് വെക്ടർ ക്വാണ്ടിറ്റി. Quantities having only magnitude are called as scalar quantity. അതിൻ്റെ കുറേ എക്സാമ്പിളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ഏതിൽപ്പെടും? ഡിസ്റ്റൻസ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, അപ്പോൾ അത് ഇറ്റ് ഇസ് സ്കെയിലർ. ഡിസ്പ്ലേസ്മെൻറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, സോ ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പം അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇതിലുള്ളത്. ഇനി നമുക്ക് അടുത്തത് എന്താണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളിപ്പോൾ സ്റ്റോണിൻ്റെ കേസ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നു ഒരു അമ്മയും മകനുണ്ട്. അലാസ് ഈസ് യുവർ സ്കോർ 0 ടുഡേ എന്നാണ്. നോ അമ്മ, ടുഡേ മൈ ടീച്ചർ ടോട്ട് മീ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ see, this is the displacement that occurred to me when I went to school and come back. ഈ കുട്ടിയുടെ കൈത്തിന് വലിയൊരു 0 ഉണ്ട്, കണ്ടോ നിങ്ങൾ? വലിയൊരു 0 ഉണ്ടോ? വലിയൊരു 0 അവിടെ കണ്ടോ? എന്താ പറഞ്ഞിരിക്കണേ? അമ്മ വിചാരിച്ചു കുട്ടി വന്നപ്പോൾ 0 ആയിട്ടാണ് വരുന്നത്, 0 മാർക്ക് കിട്ടിയെന്നാണ് വിചാരിച്ച്. അപ്പോൾ 0 മാർക്കല്ല, എന്താ അത്? മൈ ടീച്ചർ ടോൾ മീ ദാറ്റ് മൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. വൈ മൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0? Initial position of the boy is home. Final position of the boy is also home. So initial position and final position are same. Displacement is 0. Distance ഉണ്ടാവും. അങ്ങോട്ട് പോയ ലെങ്ത്തും ഇങ്ങോട്ട് പോയ ലെങ്ത്തും കൂടി പാത്തിൻ്റെ ആഡ് ചെയ്താൽ ഡിസ്റ്റൻസ് കിട്ടും. റൈറ്റ്? പിന്നെ അവിടെ നമ്മൾ മിസ് നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ പറയേണ്ടത് നോക്കൂ. While stating displacement, it is necessary to indicate the direction along with magnitude of the distance traveled. Such physical quantities having both magnitude and direction are referred to as vector quantities. Then what does mean by vector quantity? Quantities having both magnitude and direction are called as vector quantity. Physical quantities of which the direction is not to be indicated are scalar quantities. Direction ആവശ്യമില്ലാത്ത physical quantities എന്ത് പറയാം? Scalar. That means it has only magnitude. Physical quantities having only magnitude are called as scalar quantities. Displacement is a vector quantity. Is distance then a vector or scalar quantity? Distance is a scalar quantity. It has only magnitude. Right? അപ്പോൾ നമ്മൾ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നോക്കൂ. ഡിസ്പ്ലേസ്മെൻറ്റ് ഇനി ഓൺ ദ ബേസിസ് ഓഫ് ദി ഇൻഫർമേഷൻ യു ഹാവ് ഗാതേർഡ് ഒബ്സർവ് ഫിഗർ 9.4 ആൻഡ് കംപ്ലീറ്റ് ടേബിൾ 9.3. അപ്പോൾ നമുക്കിതൊന്ന് ഫിൽ ചെയ്താലോ? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. കണ്ടോ? നിങ്ങൾക്ക് കാണില്ലേ? നോക്കൂ. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാണണം. റൈറ്റ്? നോക്കാം നമുക്ക്.
ഡിസ്റ്റൻസ് വൈൽ റീച്ചിങ് ബി, എ ടു ബി എത്രയാണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞല്ലോ ഇവിടെ, എ ടു ബി എത്രയാണ്, ഇറ്റ് ഈസ് 60 meters. വൈൽ റീച്ചിങ് സി, അപ്പോൾ എ ടു ബി വൈൽ റീച്ചിങ് സി എത്രയും ഡിസ്റ്റൻസ് 60 + 60 30 120 meters അല്ലേ. വൈൽ റീച്ചിങ് ഡി, അപ്പോൾ ഇവിടുന്ന് ഇവിടെ എത്തി പിന്നെ ഇവിടെ എത്തി അല്ലേ, അപ്പോഴോ 120 + 30 എത്ര കിട്ടി 150 meters. അപ്പോൾ ബി എത്തി ഇവിടെ എത്തി. വൈൽ റീച്ചിങ് ഡി കഴിഞ്ഞിട്ട് അടുത്തെന്ന് പറയുക റിട്ടേണിങ് ടു എ ആണ്. വൈൽ റിട്ടേണിങ് ടു എ എന്നാണ് കേട്ടോ, തിരിച്ച് ഇവിടെ നിന്ന് ഇവിടെ തന്നെ എത്തി, എ ഇവിടെ തന്നെ എത്തി. അപ്പോഴോ 150 + ഒരു 100 കൂടി ഉണ്ട്, അപ്പോൾ എത്ര വരും 250 meters എന്ന് വരും. കണ്ടോ, നിങ്ങൾ കണ്ടോ എത്രയാണെന്നുള്ളത് നോക്കട്ടെ, 250 meters. കാരണം എനിക്കിത് കാണുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ നോക്കട്ടെ പറഞ്ഞത്. ഇനി അടുത്ത് നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചു സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ വൈൽ റീച്ചിങ് ബി, ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എ ആണ്, ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബി ആണ്. സ്ട്രെയിറ്റ് ഡിസ്റ്റൻസിൽ അവിടെ തന്നിരിക്കുന്നത് 60 meters. വൈൽ റീച്ചിങ് സി, ഇതാണ് സി, സിക്കുള്ള സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് 80 meters. വൈൽ റീച്ചിങ് ഡി, എ ടു ഡി ഇങ്ങനെ സ്ട്രെയിറ്റ് പോയി, ഇങ്ങനെ പോയി അല്ലേ, അപ്പോൾ എത്രയാണ്, ഇറ്റ് ഈസ് 100 meters. ദെൻ വൈൽ റിട്ടേണിങ് ടു എ, തിരിച്ച് എയിലെത്തിയ സമയത്തോ, അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും എന്താണ്, ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എ ആണ്, ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാലോ തിരിച്ചെവിടെ തന്നെ എത്തി, എയിൽ തന്നെ എത്തി. അപ്പോൾ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. മനസ്സിലായോ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്? അപ്പോൾ നമ്മൾ ഏത് വഴിയാണോ പോയത് അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും. ഡിസ്പ്ലേസ്മെൻ്റ് ആകുമ്പോൾ ഇനീഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ അതിൻ്റെ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ്, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് നമുക്ക് അടുത്ത് നോക്കാം, വേറെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് കേട്ടോ, അതിൽ നോക്കാം നമുക്ക്, അതും കൂടെ നോക്കാം. കണ്ടോ, ഇതാണ് നെക്സ്റ്റ്. എന്താണ്, ലെറ്റ് us observe 2 figures showing the journey of a person from A to C through B. A to C പോവാണ്, ത്രൂ ബി ആണ് പോകുന്നത് കണ്ടോ, എ മുതൽ സി വരെ പോകുന്നു ത്രൂ ബി. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അക്കോർഡിംഗ് ടു ഫിഗർ? വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? എത്ര ടോട്ടൽ ഡിസ്റ്റൻസ്, എവിടെ എത്തിയത്, സിയിലാണ് എത്തിയത് അല്ലേ, എ ടു സി ത്രൂ ബി എന്നാണ് പറയുന്നത്, ബിയിലൂടെ സിയിലെത്തി. അപ്പോൾ ഡിസ്റ്റൻസ് എത്ര വരിക, എ ടു ബി 60 meters പ്ലസ് ബി ടു സി 40 meters. ഇപ്പോൾ എത്ര വരും ടോട്ടൽ, അദ്ദേഹം എത്ര ട്രാവൽ ചെയ്തു, ഇറ്റ് ഈസ് 100 meters. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അക്കോർഡിംഗ് ടു ഫിഗർ ബി? ഇവിടെ ബിയിലാണെങ്കിലോ അതും ഇറ്റ് ഈസ് ഓൾസോ എത്ര വരിക, 60 + 40, ഇറ്റ് ഈസ് ഓൾസോ 100 meters, റൈറ്റ്. രണ്ടും നമുക്ക് എത്ര കിട്ടി, 100 meters കിട്ടി അല്ലേ. Analyze the two answers obtained and find the situation in which the magnitude of the distance and displacement become equal and write it in the science diary. ഇപ്പോൾ ഇവിടെ when a body travels along a straight line, അതായത് ആദ്യത്തെ കേസിൽ ഡയറക്ഷൻ എങ്ങനെയാണ്, എ ടു ബി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഡയറക്ഷനിൽ പോയി, ദെൻ ബി ടു സി വേറെ ഡയറക്ഷനിൽ വന്നു അല്ലേ. എ ടു സി എന്ന് പറയുന്നതും രണ്ടാമത്തെ കേസിൽ എ ടു സി എന്ന് പറഞ്ഞാലും എങ്ങനെയാണ്, രണ്ടും ആ രണ്ട് കേസിലും ഡയറക്ഷൻ ഇവിടെ ഈക്വൽ ആണ് അല്ലേ, എ ടു സി ബിയിലൂടെ പോയാൽ. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെൻ എ ബോഡി ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി ഈക്വൽ. അപ്പോൾ ആദ്യത്തെ കേസിൽ പോയത് എ ടു ബി പോയി, ദെൻ ബി ടു സി വന്നു, അതാണ് നമുക്ക് 100 കിട്ടാൻ കാരണം. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അക്കോർഡിംഗ് ടു എ എന്ന് പറഞ്ഞാൽ 100 meters, അക്കോർഡിംഗ് ടു ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയത്, ഇറ്റ് ഈസ് 100 meters അല്ലേ. ഇപ്പം നമ്മളൊരു സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ഇത് നമ്മൾ നോക്കിയില്ല. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ ഡിസ്പ്ലേസ്മെൻറ്റ്, എ ടു സി ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, ഇറ്റ് ഈസ് 80 meters അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 80 meters ആണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, എ മുതൽ സി വരെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എ ടു ബി സ്ട്രെയിറ്റ് ആണ്, ബി ടു സിയും സ്ട്രെയിറ്റ് ആണ്. അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്,
രണ്ടാമത്തെ കേസിൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ഇറ്റ് ഈസ് 60 + 40 100 മീറ്റേഴ്സ്. ഡിസ്റ്റൻസ് എത്രയാണ്? അതും 60 + 40 100 മീറ്റേഴ്സ്. മനസ്സിലായോ? ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോഡി ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ, ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നതെങ്കിൽ അവരുടെ PQ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നതെങ്കിൽ ഇത് 50 മീറ്റേഴ്സ് ആണ് ഈ പാത്തിൻ്റെ ലെങ്ത് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസും 50 ആയിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റും എത്ര തന്നെയായിരിക്കും? 50 ആയിരിക്കും. മനസ്സിലായോ? ഒരു ബോഡി ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഈക്വൽ. മനസ്സിലായോ? അപ്പോൾ അതാണ് ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്നാണ്. നോക്കൂ. ഓൺ ദ ബേസിസ് ഓഫ് യുവർ ഫൈൻഡിങ്സ് റൈറ്റ് ഡൗൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെക്റ്റർ ക്വാണ്ടിറ്റി. എന്തായിരുന്നു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ എ ബോഡി. ഇതാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലോ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇനി ഒരുപാട് വ്യത്യാസങ്ങൾ. എന്തൊക്കെയാണ്? ഡിസ്റ്റൻസ് ആണെങ്കിൽ വി ഹാവ് ടു നോ ദ പാത്ത്. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലോ പാത്ത് അറിയേണ്ട ആവശ്യമുണ്ടോ? വി നീഡ് നോട്ട് നോ ദ പാത്ത് ഓഫ് ദ ബോഡി. ദെൻ ഡിസ്റ്റൻസ്. ട്രാവൽ ചെയ്ത ബോഡിക്ക് എപ്പോഴെങ്കിലും ഡിസ്റ്റൻസ് 0 ആവുമോ? ട്രാവൽ ചെയ്താൽ പൊസിഷൻ ചേഞ്ച് ചെയ്താൽ ഡിസ്റ്റൻസ് ലെങ്ത് ഉണ്ടാവും പാത്തിന്. അപ്പോൾ ഡിസ്റ്റൻസ് നെവർ ബി 0. ഒരിക്കലും എന്താവില്ല? ഡിസ്റ്റൻസ് നെവർ ബി 0. ഡിസ്റ്റൻസ് 0 ആയി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ബോഡി ഈസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, മോഷനല്ല. ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി 0. എപ്പോഴാണ് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവുക? ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ആർ ഈക്വൽ, ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി 0. ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി 0. സ്കാലർ മീൻസ് അറിയാമല്ലോ, ഓൺലി മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവൂ. 100 മീറ്റേഴ്സ് 300 മീറ്റേഴ്സ് അങ്ങനെ ഉണ്ടാവുള്ളൂ. വെക്റ്റർ മീൻസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, ടുവേർഡ്സ് ഈസ്റ്റ്, ടുവേർഡ്സ് സൗത്ത് എന്നൊക്കെ പറയാം. അപ്പോൾ രണ്ടും പറയാം. ടുവേർഡ്സ് ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്, അങ്ങനെ പല ഡയറക്ഷൻസ് പറയാം. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് കമൻറ്റ് വഴി ചോദിക്കുക. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ മിസ് ഒരു ഓൺലൈൻ ട്യൂഷൻ നടത്തുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇനി ജോയിൻ ചെയ്യാൻ വേണ്ടി വൈകരുത്. കാരണം ജൂൺ ജൂലൈ മാസം കഴിഞ്ഞില്ലേ, ഓഗസ്റ്റായി. അപ്പോൾ പഠിക്കേണ്ടവർ സ്കൂൾ എപ്പോഴാണ് തുറക്കാമെന്ന് നമുക്കറിയില്ല. സ്കൂളിൽ നിന്നും ഓൺലൈൻ ക്ലാസ് കിട്ടാത്തവർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, കിട്ടുന്നവർക്ക് ജോയിൻ ചെയ്യേണ്ട ഒരുപാട് കുട്ടികളുണ്ട്. ഒരു സബ്ജക്റ്റിന് 100 റുപ്പീസാണ് കേട്ടോ. ഒരു മാസത്തേക്ക് ഒരു സബ്ജക്റ്റിന് 100 രൂപ. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്. മൂന്നും കൂടെ വേണമെങ്കിൽ 300 റുപ്പീസ്. അപ്പോൾ ഞങ്ങളൊരു ചാപ്റ്ററൊക്കെ എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് കുറേ പേര് മിസ്സിനെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മിസ്സിൻ്റെ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. പിന്നെ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിസ് നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സിൽ ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യാം. ഇപ്പം ഈ കാണുന്നത് നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആണ്. നെറ്റ്, നിങ്ങളുടെ മൊബൈലിൽ നെറ്റ് ഉണ്ടെങ്കിൽ കാണാം, ദാറ്റ്സ് ഓൾ. അപ്പോൾ അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കാണാനൊന്നും മടിക്കരുത്. കാണുക. എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അതിന് നിങ്ങൾക്ക് മറുപടി തരും. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പറയാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മിസ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്തെന്താ പഠിക്കാമെന്നറിയോ? സ്പീഡ് ആൻഡ് വെലോസിറ്റി. അതാണ് അടുത്ത ടോപ്പിക്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായി പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് അടുത്തത് മനസ്സിലാവുള്ളൂ. മിസ് സ്റ്റോപ്പ് ചെയ്താലോ? ഓക്കെ, ബൈ.